വിഷ്ണുപുരം. ചന്ദ്രശേഖരൻ. നമസ്കാരം ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. അപ്പം യഥാർത്ഥത്തിൽ അങ്ങയുടെ കാര്യത്തിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. ഞങ്ങളൊക്കെ കുട്ടികളൊക്കെ ഉള്ള പിതാക്കന്മാർ തന്നെയാണ്. അപ്പോൾ അതേസമയം അങ്ങെടുത്തൊരു ധീരമായ നിലപാടുണ്ട്. ഞങ്ങൾക്കൊക്കെ തന്നെ ഒരു പക്ഷേ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. കാര്യം കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഒരു നമ്മൾ വളരെ സെൻറ്റിമെൻ്റലായി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ, അതായത് തൻ്റെ കുട്ടി തെറ്റ് ചെയ്താലും അത് തെറ്റ് തന്നെയാണ് എന്ന രീതിയിലൊരു നിലപാടെടുത്ത് ഇത് പരസ്യമായി പറയാൻ തയ്യാറെടുത്തത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെയൊക്കെ എതിർക്കില്ലേ? അല്ല, ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഈ വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്താണ്. എൻ്റെ മോൻ മാത്രം ഉപയോഗിച്ച ഒരു വിഷയമാണെങ്കിൽ ഞാൻ അത്ര ഗൗരവം കാണിക്കണ്ട. പക്ഷേ ഇന്ന് കേരള ജനതയിൽ ഒരു ചെറുപ്പക്കാരായിട്ടുള്ളവരെല്ലാം ഉയർന്നവരുമുണ്ട് ഇത്തരം ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എൻ്റെ മകനെ അറസ്റ്റ് ചെയ്യുന്നു, ഉടനെ തന്നെ ജാമ്യത്തിൽ വിടുന്നു. ജാമ്യത്തിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഞാൻ എൻ്റെ മകനുമായിട്ട് 2 മണിക്കൂറോളം സംസാരിച്ച സമയത്ത് കുറ്റബോധത്തോടെ എൻ്റെ മോൻ പറഞ്ഞു, ഞാൻ ഇതിൽ പിടിക്കപ്പെട്ടെങ്കിലും അച്ഛാ, ഇങ്ങനെ 6 മാസം കൊണ്ട് ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ അപ്പോൾ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ മകൻ ലഹരിയായി പിടിച്ചു എന്ന് തന്നെ പറഞ്ഞു. കാരണം അവൻ പറഞ്ഞ പേരുകളിൽ ഞെട്ടലുണ്ടാക്കുന്ന ഈ ജില്ലയിലും മറ്റുമൊക്കെ ഉള്ള പ്രമുഖരുടെ മക്കൾ എല്ലാം ഉണ്ട്, പാവങ്ങളുമുണ്ട്. അവരെയും മോചിപ്പിക്കണം, എൻ്റെ മോനെയും മോചിപ്പിക്കണം. ഞാനൊരു കുറ്റം കണ്ട സ്ഥിതിക്ക് എനിക്ക് അത്യാവശ്യം എൻ്റെ പൊതുരംഗത്ത് പരിചയക്കാരുണ്ട്, പോലീസിൽ ഒക്കെ അത്യാവശ്യം പറഞ്ഞു. ഞാൻ ആരെയും വിളിച്ചില്ല. ഞാൻ ഇന്ന് മാത്രമാണ് നെയ്യാറ്റിൻകര DYSPയെ വിളിച്ചിട്ട് പൂവാർ മേഖലയ്ക്കിടെ ഉത്തരവാദിത്തമുള്ള ആളെന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ചെയ്തത് വളരെ ഉപകാരം. അച്ഛനെന്ന നിലയിൽ എനിക്കൊരു മക്കൾ നഷ്ടപ്പെട്ടില്ല. ഒരു പക്ഷേ ഈ പോലീസ് എൻ്റെ മകനെ പിടിക്കാതിരുന്നെങ്കിൽ എൻ്റെ മകൻ പറഞ്ഞതനുസരിച്ച് ഒരു 6 മാസമോ 7 മാസമോ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പിടിച്ചിരുന്നുവെങ്കിൽ എൻ്റെ മകൻ പൂർണ്ണമായി നശിക്കുമായിരുന്നു. എൻ്റെ മകൻ്റെ നല്ല കൂട്ടുകാർ എല്ലാം നശിക്കുമായിരുന്നു. ഇന്ന് എൻ്റെ മകൻ പറഞ്ഞതനുസരിച്ച് മറ്റുള്ള കുട്ടികളെയും മെല്ലെ മോചിപ്പിക്കാനുള്ള ശ്രമം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ഒരു വലിയ വിപത്താണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പല ആളുകളും ഇതൊരു വലിയ റാക്കറ്റാണ്. ആ റോക്കറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് കോളേജിൽ അവർ ചിന്തിക്കുന്നത് ഹോസ്റ്റലുകളിൽ പോയിട്ട് SP-യുടെ മകൻ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ, രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ വലിയ അഡ്വക്കറ്റിൻ്റെ മോൻ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മെല്ലെ ഹോസ്റ്റലിൽ അവരെ സ്നേഹിച്ച് അവർക്ക് ആദ്യം ബിയർ വരെ എത്തിച്ച ഒരു പാർട്ടി നടത്തി മെല്ലെ മെല്ലെ ഇത്തരത്തിലുള്ള ലഹരിയിൽ എത്തിക്കുന്നത്. കാരണം അവർ പിടിക്കപ്പെടുമ്പോൾ രക്ഷപ്പെടാനാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾ പറയുന്നുണ്ടായിരുന്നു, ഇന്നലെ ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു, ഇവരുടെ ഓപ്പറേഷൻ പറയുന്നുണ്ടായിരുന്നു, ഇവർ ഉപയോഗിക്കുന്ന സിം കാർഡ് ഇല്ലാത്ത ഫോണാണ് എന്ന് പറഞ്ഞാൽ, വേറെ വെർച്വൽ നമ്പറൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ സിം കാർഡ് ഇല്ലാത്ത ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഫോണാണെന്ന് പറയുന്നത്. മാത്രമല്ല 30 കിലോമീറ്റർ ചുറ്റളവിൽ ആരെപ്പോൾ ആവശ്യപ്പെട്ടാലും പണം കൊടുത്താൽ കൊണ്ടു കേൾപ്പിക്കാൻ ആവശ്യമായ വലിയൊരു ടീം ഉണ്ടെന്ന് പറയണം. അപ്പോൾ ആ ടീമിനെ പറ്റി ഒരു ധാരണ അങ്ങേക്കുണ്ടോ? അതിനെക്കുറിച്ച് പോലീസിനെ അറിയിച്ചോ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ? അറിയിച്ചില്ല. എനിക്ക് അത്യാവശ്യ നമ്പറുകളും ലൊക്കേഷൻ ഇടുന്ന അതുമൊക്കെ കിട്ടി. ഇത് കൊടുക്കുന്ന ആളുകളിലും 1-2 പേരുടെ പേര് കിട്ടി. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഈ നമ്പർ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ കറക്റ്റല്ല. ഒരു 2 ദിവസം കൂടി അത് വേണ്ടി വരും. പക്ഷേ അതിനെ അവരെ അറസ്റ്റ് ചെയ്യാനും അതിനുള്ള കഴിവ് ഈ പോലീസിന്, ഈ ഭരണകൂടത്തിനുണ്ടോ എന്ന് എനിക്ക് സംശയം. കാരണം എനിക്ക് എൻ്റെ മകൻ തന്ന വിവരങ്ങളെല്ലാം കൊടുത്താൽ അത് അവർ തന്നെ അറിയുമോ എന്നുള്ള ഭയവുമുണ്ട്. നല്ലൊരു പോലീസിൽ നല്ലൊരു വിങ് ഇതിന് തയ്യാറായാൽ ഞാൻ അവരെ മുന്നിൽ വന്നിട്ട് അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാനും അവർക്കൊപ്പം നീങ്ങി അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനും ഒക്കെ ഞാൻ തയ്യാറാണ്.